ഹലോ സുഹൃത്തുക്കളെ, JCG അവതരിപ്പിക്കുന്ന ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കേൾക്കൂ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും ഒരു കിടിലൻ കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കാൻ എത്രമാത്രം പാടുപെടണമെന്ന്? അതായത് മണിക്കൂറുകളിരുന്ന് റിസർച്ച് ചെയ്യണം, സ്ക്രിപ്റ്റ് എഴുതണം, വോയിസ് കൊടുക്കണം, പിന്നെയും മണിക്കൂറുകളോളം എഡിറ്റ് ചെയ്യണം. വലിയൊരു ടാസ്ക് തന്നെയാണത്, അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ഈ വലിയ തലവേദനകൾ അപ്പാടെ ഇല്ലാതാക്കുന്ന ഒരു കിടിലൻ സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ്. ഇത് ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഞാൻ നിങ്ങളോട് നേരിട്ടൊരു കാര്യം ചോദിക്കട്ടെ. പെട്ടെന്ന് വീഡിയോകൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും പണം കൊടുത്ത് പല AI ടൂളുകളും വാങ്ങാറില്ലേ? വലിയ വലിയ വാഗ്ദാനങ്ങളായിരിക്കും അവർ തരുന്നത്. പക്ഷെ അവസാനം നമ്മൾ വലിയ തുക കൊടുത്ത് കിട്ടുന്നതോ വെറും ഗുണനിലവാരമില്ലാത്ത വളരെ ചെറിയ ഔട്ട്പുട്ടുകൾ. ശരിക്കും ഭയങ്കര നിരാശ തോന്നും. എന്നാൽ കേട്ടോളൂ, ഈ നിരാശയൊക്കെ മാറ്റാൻ പോകുന്ന ഒരു അടിപൊളി ടൂളുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അതും തികച്ചും ഫ്രീ. ഫ്രീ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല, വമ്പൻ റിസൾട്ടുകൾ തരുന്ന ഒന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓക്കെ, നമുക്കിതിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തമായി ഒരു വരി സ്ക്രിപ്റ്റ് എഴുതാതെ, വോയിസ് റെക്കോർഡ് ചെയ്യാതെ, എന്തിന് എഡിറ്റിംഗ് പോലും ചെയ്യാതെ നിങ്ങൾക്ക് തികച്ചും പൂർണ്ണമായൊരു യൂട്യൂബ് വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അക്ഷരാർത്ഥത്തിൽ അതൊരു സത്യമാണ്. യാതൊരുവിധ പ്രോംപ്റ്റുകളും നമ്മൾ ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ടതില്ല. വളരെ സിമ്പിളായിട്ട്, തികച്ചും സൗജന്യമായി മികച്ച വീഡിയോകൾ നിർമ്മിക്കാൻ ഈ പുതിയ AI ടൂളിന് കഴിയും. കേൾക്കുമ്പോൾ തന്നെ ഒരു ആകാംക്ഷ തോന്നുന്നില്ലേ? അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ വർക്ക് സ്പേസ് എങ്ങനെ വളരെ എളുപ്പത്തിൽ സെറ്റപ്പ് ചെയ്യാം എന്ന് നോക്കാം. ഇതിന് പ്രത്യേകിച്ച് ടെക്നിക്കൽ അറിവൊന്നും ആവശ്യമില്ല കേട്ടോ. വളരെ സിമ്പിളായ 3 സ്റ്റെപ്പുകൾ മാത്രം. ആദ്യം നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഗൂഗിൾ ക്രോം തുറക്കുക. എന്നിട്ട് നോട്ട്ബുക്ക് LM എന്ന് സെർച്ച് ചെയ്യുക. രണ്ടാമതായി നിങ്ങളുടെ സാധാരണ ജിമെയിൽ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക. അവസാനമായി അവിടെ കാണുന്ന ക്രിയേറ്റ് ന്യൂ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദാ അത്രയുള്ളൂ. നിങ്ങൾ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാലും ബ്രൗസർ ഉപയോഗിച്ചാലും യാതൊരു തടസ്സവുമില്ലാതെ വളരെ വേഗത്തിൽ നിങ്ങളുടെ വർക്ക് സ്പേസിലേക്ക് ഈ പ്രോസസ്സ് നിങ്ങളെ എത്തിക്കൂ. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ കോർ ഭാഗമാണ്, അതായത് ജനറേഷൻ എഞ്ചിൻ. ഈ വീഡിയോ നിർമ്മാണം എങ്ങനെ നടക്കുന്നുവെന്ന് നോക്കാം. നമ്മളെപ്പോൾ സെറ്റപ്പൊക്കെ കഴിഞ്ഞ് വർക്ക് സ്പേസിലെത്തിയിട്ടുണ്ട്. ഈ ഇൻപുട്ട് ഓപ്ഷനുകളിൽ ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്നാൽ, ഈ AIക്ക് ഡാറ്റ കൊടുക്കാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. വേണമെങ്കിൽ സ്പോർട്സോ പൊളിറ്റിക്സോ ഒക്കെ നേരിട്ട് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള PDF, ചിത്രങ്ങൾ, ഡോക്യുമെന്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്യാം. എന്നാൽ കേട്ടോളൂ, ഇതിലെ ഏറ്റവും എളുപ്പവും വേഗമേറിയതുമായ മാർഗം എന്താണെന്നോ? നിങ്ങൾക്ക് വേണ്ട വിവരങ്ങളുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് അവിടെ നേരിട്ട് പേസ്റ്റ് ചെയ്യുക. അതെ, വെറുമൊരു ലിങ്ക് മാത്രം കൊടുത്താൽ മതി. ഒരു വെബ്സൈറ്റ് ലിങ്കിൽ നിന്ന് എങ്ങനെയൊരു വലിയ വീഡിയോ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കൃത്യമായി കാണിച്ചു തരാം. ആദ്യം ആ ലിങ്ക് അവിടെ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം വലതുവശത്തുള്ള പാനലിൽ കാണുന്ന വീഡിയോ ഓവർവ്യൂ ക്ലിക്ക് ചെയ്യുക. ഇനിയൊരു പ്രധാനപ്പെട്ട രഹസ്യം പറയാം. അവിടെ ബ്രീഫ് എന്നതിനു പകരം എക്സ്പ്ലെയിനർ എന്നത് തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് നിങ്ങൾക്ക് വലിയതും നല്ല സ്ട്രക്ചറുള്ളതുമായ വീഡിയോ കിട്ടാനുള്ള ആ സീക്രട്ട്. ഒടുവിലായി നിങ്ങളുടെ AI അവതാരകന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. എന്നിട്ട് നേരെ ജനറേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ടൂളിലെ മറ്റൊരു ഗംഭീര ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. അതാണ് വിഷ്വൽ സ്റ്റൈലുകൾ. വൈറ്റ് ബോർഡ്, ആനിമേ, വാട്ടർ കളർ, പേപ്പർ ക്രാഫ്റ്റ്, റെട്രോ പ്രിന്റ് എന്നിങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്കിവിടെ കാണാം. ഈ ഓരോ സ്റ്റൈലും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ മൊത്തത്തിലുള്ള ഒരു ഫീൽ തന്നെ മാറും. ഉദാഹരണത്തിന്, നമ്മൾ റെട്രോ പ്രിന്റ് എന്ന വിഷ്വൽ സ്റ്റൈൽ തിരഞ്ഞെടുത്ത് AIക്ക് ബിഗിനർ സ്ട്രാറ്റജി എന്നൊരു നിർദ്ദേശം കൂടി നൽകിയാൽ പിന്നെ കിട്ടുന്ന ഔട്ട്പുട്ട് തികച്ചും പ്രൊഫഷണലായ, കാണാൻ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇത് ശരിക്കും വർക്കാകുമോ എന്നറിയാൻ വിവിധ മേഖലകളിലുള്ള വ്യത്യസ്ത വിഷയങ്ങൾ വെച്ച് നമുക്കൊന്ന് പ്രായോഗികമായി പരീക്ഷിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞതൊക്കെ ശരിക്കും പ്രായോഗികമാണോ എന്ന് തെളിയിക്കാൻ യാതൊരു ബന്ധവുമില്ലാത്ത 2 വ്യത്യസ്ത വിഷയങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വശത്ത് പുതിയ കാലത്തെ സാമ്പത്തിക വിഷയമായ പാസീവ് ഇൻകം, അതായത് അധിക വരുമാനം നേടാനുള്ള 25 വഴികളെക്കുറിച്ചുള്ള ഒരു മോഡേൺ ബ്ലോഗ് പോസ്റ്റ്. മറുവശത്തോ വളരെ ഡീപ്പായൊരു ചരിത്ര സംഭവം, വാട്ടർലൂ യുദ്ധം. ഈ 2 തീർത്തും വ്യത്യസ്തമായ വിഷയങ്ങളുടെ ലിങ്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ ഒരു പ്രോംപ്റ്റും നൽകാതെ ഇതിലേക്ക് കൊടുത്തുനോക്കാൻ പോവുകയാണ്. റിസൾട്ട് എന്താവുമെന്ന് നോക്കാം. ആ പരീക്ഷണത്തിന്റെ ഫലം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇതാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവ്. സ്വാഭാവികമായ ശബ്ദം, അതിനനുയോജ്യമായ ദൃശ്യങ്ങൾ, കൂടാതെ ഒരു യഥാർത്ഥ എക്സ്പ്ലെയിനർ വീഡിയോയുടെ കൃത്യമായ ഘടന. ഈ ടൂൾ ഉപയോഗിച്ചുണ്ടാക്കിയ ആ വീഡിയോയുടെ ഒറിജിനൽ റിവ്യൂ ആണിത്. ഇത് വെറുമൊരു ജീവനില്ലാത്ത റോബോട്ടിക് സ്ലൈഡ് ഷോ അല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഈ വാക്കുകൾ മാത്രം മതി. വളരെ നാച്ചുറലായ ഒരു മനുഷ്യന്റെ അവതരണം പോലെ തന്നെയാണ് ഇതിന്റെ ഔട്ട്പുട്ട്.
ഈ എഐയുടെ ആ ഒരു കഴിവ് എത്രത്തോളം അതിശയകരമായെന്ന് നോക്കൂ. നമ്മൾ നടത്തിയ ആ 2 പരീക്ഷണങ്ങളുടെയും ഫലങ്ങൾ വളരെ വ്യക്തമാണ്. പാസീവ് ഇൻകം വീഡിയോയ്ക്ക് 8 മിനിറ്റിലധികം ദൈർഘ്യമുണ്ടായിരുന്നു. അതിൽ ഫോട്ടോഗ്രാഫി ലൈസൻസിംഗ് പോലെയുള്ള വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ എഐ സ്വയം കണ്ടെത്തി ചേർത്തിട്ടുണ്ട്. എന്നാൽ വാട്ടർലൂ യുദ്ധത്തിന്റെ കാര്യമോ? 9 മിനിറ്റിലധികം നീളമുള്ള വീഡിയോ. ജൂൺ 15 നെപ്പോളിയന്റെ 72,000 സൈനികർ, രാവിലെ 11:30 പീരങ്കി ആക്രമണം തുടങ്ങിയ കൃത്യമായ ചരിത്ര വസ്തുതകൾ ഒരു മനുഷ്യനെപ്പോലെ തന്നെയാണ് എഐ അതിൽ നിന്നും വേർതിരിച്ചെടുത്തിരിക്കുന്നത്. ശരിക്കും ബ്രില്യന്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വലിയ സംഖ്യയാണ് 9. അതെ, ₹1 പോലും ചിലവാക്കാതെ, വരിവരിയായി പ്രോംപ്റ്റുകൾ എഴുതാതെ, വെറുമൊരൊറ്റ URLൽ നിന്നും 9 മിനിറ്റിലധികം ദൈർഘ്യമുള്ള, വളരെ ആഴത്തിലുള്ള ചരിത്രവിവരങ്ങൾ നിറഞ്ഞ ഒരു അടിപൊളി റെട്രോ സ്റ്റൈൽ വീഡിയോ ഈ ടൂൾ ഓട്ടോമാറ്റിക്കായി നിർമ്മിച്ചിരിക്കുന്നു. ഈയൊരു കാര്യം ശരിക്കും അവിശ്വസനീയമാണ്. ഇനി അവസാനമായി ഈ സാങ്കേതികവിദ്യ ഡിജിറ്റൽ ക്രിയേറ്റർമാർക്കിടയിൽ ഉണ്ടാക്കാൻ പോകുന്ന വമ്പൻ മാറ്റങ്ങളെക്കുറിച്ച്, അതായത് ഭാവിയുടെ മാറ്റങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ സെഷനിൽ നിന്നും നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. മുഖം കാണിക്കാതെ, അതായത് ഫേസ്ലെസ് ആയി യൂട്യൂബ് വീഡിയോകൾ നിർമ്മിക്കുന്ന രീതിയെ ഇത് പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോവുകയാണ്. സ്ക്രിപ്റ്റ് എഴുതുന്നതും ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതും മണിക്കൂറുകളോളം ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നതും പൂർണ്ണമായും ഒഴിവാക്കി ഇത്രയെളുപ്പത്തിൽ ഇത്രയും വലിയ വീഡിയോകൾ നിർമ്മിക്കാമെന്നത് കണ്ടന്റ് ക്രിയേഷനിലെ വളരെ വലിയൊരു വഴിത്തിരിവ് തന്നെയാണ്. ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചർ. അപ്പോൾ ഈയൊരു വിവരണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്. ഇങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ മികച്ച വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കുന്നത് ഓൺലൈൻ കണ്ടന്റ് ലോകത്തെ എങ്ങനെയായിരിക്കും പുനർനിർമ്മിക്കുക? ചിന്തിച്ചു നോക്കൂ. പണം നൽകാതെ തന്നെ വളരെ പെട്ടെന്ന് ഇത്രയും കൃത്യതയോടെ വിവരങ്ങൾ കണ്ടെത്തി വീഡിയോകൾ നിർമ്മിക്കാൻ കഴിയുന്ന ഈ എഐ ടൂൾ വരും കാലങ്ങളിൽ കണ്ടന്റ് നിർമ്മാണത്തിന്റെ പരമ്പരാഗത രീതികളെ ആകെ അട്ടിമറിക്കില്ലേ? തീർച്ചയായും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒന്നാണത്. ഈ വീഡിയോ നിങ്ങൾക്കൊരുപാട് പുതിയ അറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു രസകരമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.